Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്റെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിന്റെ ഫൈനൽ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി MCQസും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് നമുക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ 10th ക്വസ്റ്റ്യൻ തൊട്ട് കണ്ടിന്യൂ ചെയ്യാം. 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. അതിൽ 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ആന്തറിനുള്ളിൽ 1200 പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരുന്നു. ഇനി ഈ 1200 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോളൻ മദർ സെൽസ് എത്ര പോളൻ മദർ സെൽസ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബേസിക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ ബേസിക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഒരു പോളൻ മദർ സെൽ ഏത് സെൽ ഡിവിഷൻ, ഏത് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? മിയോസിസ് ആണെന്ന് മനസ്സിലാവും. ആൻഡ് മിയോസിസ് ആണെങ്കിൽ ഒരു പോളൻ മദർ സെൽ ഗിവ്സ് റൈസ് ടു എത്ര? 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. 1 പോളൻ മദർ സെൽ 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും നമുക്ക് മനസ്സിലാവും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1200 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോ എത്ര പോളൻ മദർ സെൽ വേണം? 4 എണ്ണം ഉണ്ടാക്കാൻ ഒരാൾ വേണം. ഇനി 1200 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കാൻ എക്സ്. ഇനി നമുക്ക് ഈ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ എത്ര കിട്ടും? 1200 by 4 300. അപ്പൊ 300 പോളൻ മദർ സെൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന 1200 പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആക്ച്വലി ക്യാച്ച് എവിടെയാന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ വഴിയാണ് നമ്മുടെ പോളൻ മദർ സെൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു പോളൻ മദർ സെൽ 4 പോളൻ ഗ്രെയിൻസിന് കിട്ടുന്നത്. ഇനി ഇൻ കേസ് ഇവർ ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ മൈറ്റോസിസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുമായിരുന്നു? ഒരു പോളൻ മദർ സെൽ 2 പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ 2 പുതിയ സെൽസ് ഉണ്ടാക്കിയതിന് അങ്ങനെ ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പൊ ആൻസർ എന്ത് വന്നു? 4 പോളൻ ഗ്രെയിൻസ് ആണ് ഒരു പോളൻ മദർ സെൽ ഉണ്ടാക്കുന്നത്. അപ്പൊ 1200 ഉണ്ടാക്കാൻ 300 പോളൻ മദർ സെൽ വേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. At what stage of cell cycle does DNA synthesis take place? അപ്പൊ നമുക്ക് എന്തറിയാം? എസ് ഫേസിലാണ് DNA സിന്തസിസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി എസ് ഫേസ് ഏതിന്റെ താഴെയാണ് വരുന്നത് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഫേസ് വരുന്നത് ഏതിലാണ്? നമ്മുടെ 95% സെൽ ഡിവിഷൻ 95% ഓക്യുപ്പൈ ചെയ്യുന്ന ഇന്റർഫേസിൽ അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസിൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസിലാണ്. ഈ ഇന്റർഫേസിലാണ് നമ്മൾ ഏതൊക്കെ കണ്ടത്? നമ്മുടെ G1, S and G2 കണ്ടത്. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? DNA സിന്തസിസ് നടക്കുന്നത് എസ് ഫേസിലാണ്. ഇനി 12th ക്വസ്റ്റ്യൻ. It is said that the one cycle of cell division in human cells, eukaryotic cells, takes 24 hours. Which phase of cell cycle do you think occupies the maximum part of cell cycle? So, ഇതിനും നമുക്ക് മറ്റേ ഡയഗ്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൊരു ഡയഗ്രം വരച്ചിരുന്നു. ഈ ഡയഗ്രം അറിയെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ G1, S, G2 ഇത്രയും പാർട്ട് നടക്കുന്ന 95% ആണ്. അതായത് ഇന്റർഫേസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 95% ഓഫ് സെൽ സൈക്കിൾ ആണ്. ആൻഡ് ബാക്കിയുള്ളതാണ് ഏത്? നമ്മുടെ എം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ 24 hour ആവറേജ് ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്റർഫേസ് ഓൾമോസ്റ്റ് 95% ഓഫ് ഡ്യൂറേഷൻ ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ആൻഡ് ഇതാണ് മാക്സിമം പാർട്ട് ഓഫ് സെൽ സൈക്കിളും ഓക്യുപ്പൈ ചെയ്യുന്നത്. ബാക്കിയുള്ള 5%, അറൌണ്ട് 5% മാത്രമേ ഏത് ഓക്യുപ്പൈ ചെയ്യുന്നത്? നമ്മുടെ എം ഫേസ് അല്ലെങ്കിൽ മോസ്റ്റ് ഡ്രമാറ്റിക് ഫേസ് അല്ലെങ്കിൽ കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ആൻസർ 95% ഓഫ് ഡ്യൂറേഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 വന്നിരിക്കുന്നത് ഹാർട്ട് സെൽസ് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നില്ല? സെൽ ഡിവിഷൻ എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഇനി അവര് എങ്ങനെ ഡിവൈഡ് ചെയ്യാണ്ട് നമ്മുടെ സെൽ സൈക്കിൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫേസിൽ എക്സിറ്റ് ചെയ്ത് ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കുന്നു. ഇനി ഒരു സെക്കൻഡ്. ഹാർട്ട് സെൽസ് ഡു നോട്ട് എക്സിബിറ്റ് സെൽ ഡിവിഷൻ. അപ്പോൾ സച്ച് സെൽസ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ എന്നിട്ട് എക്സിറ്റ് ഡാഷ് ഫേസ് ടു എൻറ്റർ ആൻ ഇനാക്റ്റീവ് ഫേസ് കോൾഡ് ഡാഷ് ഓഫ് ദി സെൽ സൈക്കിൾ. ഈ ഡാഷ് ഫിൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡിവിഷൻ നടക്കാത്ത ടൈപ്പ് ഓഫ് സെൽസ് ഏത് ഫേസ് ആണ് എക്സിറ്റ് ചെയ്യുന്നത്? നമ്മുടെ
G1 അവര് എക്സിറ്റ് ചെയ്യുന്നു. ആൻഡ് G1 എക്സിറ്റ് ചെയ്ത് അവര് ഇവിടെ ഒരു G0 ഫേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? എക്സിറ്റ് ചെയ്യുന്ന ഫേസിന്റെ ബ്ലാങ്കിൽ എന്ത് ഫില്ല് ചെയ്യണം? G1 ഫേസ് എക്സിറ്റ് ചെയ്തു. ആൻഡ് എൻ്റർ ചെയ്യുന്ന ഇനാക്റ്റീവ് സ്റ്റേജിനെ നമ്മൾ G0 ഓഫ് സെൽ സൈക്കിൾ എന്ന് വിളിച്ചു. അപ്പോൾ 13th ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ആണ്. എന്താണ്? G1 എക്സിറ്റ് ചെയ്ത് G0 കയറാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള സെൽസ് എന്ന് അറിഞ്ഞാൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. In which phase of meiosis are the following formed? Choose the answers from hint points given below. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ ഏതിലാണ് ഫോം ചെയ്യുന്നത്? പിന്നെ ചോദിച്ചിരിക്കുന്നത് റീകോമ്പിനേഷൻ നോഡ്യൂൾസ് ഏതിലാണ്? അപ്പിയറൻസ് അല്ലെങ്കിൽ ആക്ടിവേഷൻ എൻസൈം റീകോമ്പിനേസ് ഏതിലാണ്? ആൻഡ് ഫൈനലി ഡയാഡ്സ് ഫോം ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിൻസും തന്നിട്ടുണ്ട്. ഒന്നാമത്തേലും എന്താ? സൈഗോട്ടീൻ, രണ്ടാമത്തേലും പാക്ടീൻ, മൂന്നാമത്തേലും പാക്ടീൻ, നാലാമത്തെ ഡയാകൈനസിസ്. ഇതൊക്കെ എന്താണ്? ആക്ച്വലി ആൻസർ തന്നെയാണ്. അപ്പോ എന്തറിയാം നമുക്ക്? സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ മിയോസിസിലാണ് നടക്കുക. മിയോസിസിലെ പ്രോ ഫേസിലാണ് നടക്കുക. ആൻഡ് ഈ പ്രോ ഫേസില് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? പ്രോ ഫേസിലെ സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് നടക്കുന്നത്. അപ്പോ സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ സൈഗോട്ടീനിലാണ്. അവിടെയാണ് എന്തും നടക്കുന്നത്? നമ്മുടെ പെയറിംഗ് അപ്പൊ ഹോമോലോഗസ് ക്രോമസോംസ് ഒക്കെ നടക്കുന്നത്. ഇനി റീകോമ്പിനേഷൻ നോഡ്യൂൾസ്, നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയലിന്റെ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ആൻഡ് ആ റീകോമ്പിനേഷൻ നോഡ്യൂള് ഏത് സൈക്കിളിലെ ഏത് ഫേസിലാണ് നടക്കുന്നത്? പാക്ടീനിലാണ് റീകോമ്പിനേഷൻ നോഡ്യൂൾസ് ഉണ്ടാവുന്നത്. ആൻഡ് മേജർ ആയിട്ടും ക്രോസിംഗ് ഓവറും ഏതിൽ തന്നെയാണ് നടക്കുന്നത്? നമ്മുടെ പാക്ടീൻ സ്റ്റേജിലാണ്. ഇനി അടുത്ത ചോദിച്ചിരുന്ന അപ്പിയറൻസ് അല്ലെങ്കിൽ ആക്ടിവേഷൻ ഓഫ് എൻസൈം റീകോമ്പിനേസ്, അതും സെയിം പാക്ടീൻ തന്നെയാണ്. കാരണം എന്താ? റീകോമ്പിനേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം പാക്ടീനിലാണ്. അപ്പൊ അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഏത്? റീകോമ്പിനേസ്. അപ്പൊ റീകോമ്പിനേസും എവിടെ തന്നെയായിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്? പാക്ടീൻ സ്റ്റേറ്റിൽ. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ടെർമിനേഷൻ ഓഫ് കയസ്മേറ്റ. അപ്പൊ ഒരു കയസ്മ എന്ന് പറയുന്ന ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോർമേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ടെർമിനേഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഡയാകൈനസിസ്. ഇനി ഇന്റർകൈനസിസ് എവിടെയാണ്? നമുക്കറിയാം നമ്മുടെ മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെയും നടുക്ക് നടക്കുന്ന ചെറിയൊരു ഇന്റർവെൽ ആണ് എന്ന് വിളിക്കുന്നത് ഇന്റർകൈനസിസ്. ആ ചെറിയൊരു ഫേസിനാണ് ഇന്റർകൈനസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് അക്കർ ചെയ്യുന്ന എവിടുന്നാണ്? ടീലോ ഫേസ്, ഒന്നാമത്തെ സ്റ്റേജിലെ ടീലോ ഫേസ് കഴിഞ്ഞ് ബിഫോർ മിയോസിസ് 2ന്റെ പ്രോഫേസ് 1. അപ്പോൾ ഇവിടെയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഇന്റർകൈനസിസ് നടക്കുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് ഡയഡ് ഓഫ് സെൽസ് ഏതിലാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം ഡയഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെട്രാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാനത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയുന്നത് എന്താ? 2 സെൻട്രോമിയറും 4 ക്രോമാറ്റിഡും കാണുന്ന സ്റ്റേജ് ആണ് ഏത്? ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ്. അപ്പോ സൈനാപ്സ് വഴി എന്ത് ഫോം ചെയ്തു? നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ അപ്പ് ചെയ്തു. ആൻഡ് ഇത് കാണുന്ന സൈഗോട്ടീനിലാണ്. നമ്പർ ഇസ് ഹാഫ് ടു ദി നമ്പർ ഓഫ് ക്രോമസോംസ് ഡിപ്ലോയിഡ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഇനി ഡയാഡ് എന്ന് പറയുന്നത് ഇതിന്റെ എക്സാക്ട്ലി ഹാഫ് ആയിരിക്കും. കാരണം എന്താ? നമുക്കറിയാം ടീലോഫേസ് കഴിഞ്ഞ് ആഫ്റ്റർ മിയോസിസ് 1 എന്ത് പറ്റുന്നു? നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് ഓൾറെഡി സെപ്പറേറ്റ് ആയി. ഇനി മിയോസിസ് 2 എന്താണ് നടക്കാൻ പോകുന്നത്? മിയോസിസ് 1 കഴിഞ്ഞ് മിയോസിസ് 2 നമ്മുടെ സെപ്പറേഷൻ, അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സിന്റെ സെപ്പറേഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഉണ്ടായ ക്രോമാറ്റിഡ് ഇത് സെപ്പറേറ്റ് ആയാൽ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നേരത്തെ ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാല് കിട്ടിയ കറക്റ്റ് ഹാഫ് സ്ട്രക്ചർ. കാരണം സെൻട്രോമിയറിന്റെ ഇവിടെ വെച്ച് സെപ്പറേഷൻ നടക്കാണ്. അപ്പോ ഈ സെപ്പറേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയാഡ് കിട്ടും. ആൻഡ് ദിസ് ഇസ് ഫോം ടീലോഫേസ് 1 കഴിഞ്ഞ് ആഫ്റ്റർ മിയോസിസ് 1 നമ്മുടെ ഡയാഡ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഏത് കഴിഞ്ഞു? വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് സെക്ഷൻ കഴിഞ്ഞു. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരാനാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ദി റോൾ ഓഫ് സെൻട്രിയോൾസ് അതർ ദാൻ സ്പിൻഡിൽ ഫോർമേഷൻ. അപ്പോ സ്പിൻഡിൽ ഫോർമേഷൻ ഒഴിച്ച് സെൻട്രിയോളിന് എന്ത് റോളാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെൻട്രിയോളിന്റെ നമ്മുടെ കാർട്ട് വീൽ അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിച്ച സെൽ എന്ന് പറയുന്ന സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിച്ചതാണ്. സെൻട്രിയോളിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഇനി 2 സെൻട്രിയോൾസ്
ഒരു സെൻട്രോസോമില് രണ്ട് സെൻട്രിയോൾസ് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈ ചെയ്യുന്നു ആൻഡ് ഇതിന്റെ ഓരോന്നിനും കാർട്ട് വീൽ അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. ഇനി ഇത് എന്ത് ഫോം ചെയ്യുന്നു? നമ്മുടെ സീലിയന്റെ ബേസൽ ബോഡി ഫോം ചെയ്യുന്നു. ഈ കാർട്ട് വീൽ അറേഞ്ച്മെന്റ് നമ്മള് സെൻട്രിയോളിൽ കാണുന്ന സെയിം അറേഞ്ച്മെന്റ്. ഫ്ലജല്ലയില് നമുക്ക് ഏത് കാണാം? ഈ അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. ഇനി ഇതാണ് ഏത് കൂടാണ്ട് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ കൂടാണ്ട് നമ്മുടെ സെൻട്രിയോള് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇനി ഇതിന് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അതെന്തായിരിക്കും? ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് സ്പേം ടെയിൽ. മൈക്രോട്യൂബ്യൂൾസും സ്പേം ടെയിൽസും ഉണ്ടാക്കാനുള്ള ഫംഗ്ഷൻ കൂടി ആര് ചെയ്യുന്നു? നമ്മുടെ സെൻട്രിയോൾ ചെയ്യുന്നു. അപ്പോ ഷോർട്ട് ആൻസർ ടൈപ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അപ്പാർട്ട് ഫ്രം സ്പിൻഡിൽ ഫോർമേഷൻ നമ്മുടെ സെൻട്രിയോൾസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ബേസൽ ബോഡി ആൻഡ് ഫ്ലജല്ല അലോങ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ആൻഡ് സ്പേം ടെയിൽ. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക, അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ചോദിച്ചിരിക്കുന്നത് എന്താ? മൈറ്റോകോൺട്രിയയിലും പ്ലാസ്റ്റിഡ്സിലും നമുക്കറിയാം അവർക്ക് അവരുടേതായ സെൽ ഓർഗനലിൽ തന്നെയുള്ള സെപ്പറേറ്റ് ഒരു ചെറിയ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ജനറ്റിക് മെറ്റീരിയൽ, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ അതിന്റെ ഫേറ്റ് എന്തായിരിക്കും നമ്മുടെ മൈറ്റോസിസിന്റെ ന്യൂക്ലിയർ ഡിവിഷനിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് എന്തറിയണം? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്കറിയണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമുക്കറിയണം നമ്മുടെ മെയിൻ മൈറ്റോസിസ് ആയാലും മിയോസിസ് ആയാലും അത് ഏതിന്റെ ബേസിസിലാണ്, ഏതിന്റെ അറൌണ്ട് ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? നമുക്കറിയാം അത് മെയിൻ ജീനോമിക് DNA മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോ കാരിയോകൈനസിസ് ആയാലും സൈറ്റോകൈനസിസ് ആയാലും നമ്മുടെ എക്സ്ട്രാ ജീനോമിക് DNA ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. അപ്പോ DNA ഇൻ മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ് എക്സ്ട്രാ ജീനോമിക് DNA. അപ്പൊ അതിന് ഒരു കോറിലേഷനും ഇല്ല വിത്ത് മൈറ്റോസിസിന്റെ ന്യൂക്ലിയർ ഡിവിഷനുമായിട്ട്. കാരണം ന്യൂക്ലിയർ ഡിവിഷൻ ഇസ് ഓൺലി കൺസേൺഡ് വിത്ത് നമ്മുടെ ഒറിജിനൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്ന മെയിൻ DNA, അല്ലാണ്ട് ബാക്കിയുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ത് നടക്കുന്നില്ല? DNA സിന്തസിസോ DNA കണ്ടന്റ് ഡബ്ലിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, label the diagram and also determine the stage at which this structure is visible. അതായത് ഈ സ്ട്രക്ചർ വിസിബിൾ ഏത് സ്റ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം കാണണം. ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സെൻട്രിയോൾ ഉണ്ട് ആൻഡ് അതിന് വരുന്ന എന്തുണ്ട്? നമ്മുടെ സ്പിൻഡിൽ ഫൈബർ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലെ ക്രോമസോംസിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് സെല്ലിന്റെ നടുക്ക് ഈ സ്പിൻഡിൽ ഫൈബറിലായിട്ട് ക്രോമസോംസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോ മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് നമുക്കറിയാം ക്രോമസോംസ് ആർ മൂവിങ് ടു ഇക്വേറ്റർ. അപ്പൊ ഇക്വേറ്ററിലേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക? നമ്മുടെ മെറ്റഫേസിലാണ്. नेटवर्क चेंज करो आप अपना. प्रॉब्लम वॉइस में प्रॉब्लम हो रहा है. हाँ. അപ്പൊ തേർഡ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ട്രാൻസിഷൻ ടു മെറ്റഫേസ് എന്ന് പറഞ്ഞ സ്റ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ഈ ട്രാൻസിഷന്റെ സമയത്ത് എന്താണ് നടക്കുന്നത്? നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഡിവൈഡ് ചെയ്യുന്ന സെൻട്രിയോൾ, അത് ഫസ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്ന നമുക്ക് കാണാം ഓരോ ക്രോമസോംസ് ആയിട്ട്. ഇനി ഈ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്ത് ഇവരെല്ലാം എങ്ങോട്ടേക്കോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ക്രോമസോംസ് ആർ മൂവിങ് ടു ഇക്വേറ്റർ. ഇനി ഇക്വേറ്ററിൽ മൂവ് ചെയ്യുന്ന ഫേസ് അത് ഏതാണ്? നമുക്കറിയാം ഇക്വിറ്റോറിയൽ പ്ലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റഫേസ് പ്ലേറ്റ് നമ്മൾ വിളിക്കും. അങ്ങനെ ഒരു പ്ലേറ്റ് നമ്മുടെ നടുക്ക് ഫോം ചെയ്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ക്രോമസോംസ് മൂവ് ചെയ്യുന്നത് നമുക്ക് ആ സ്റ്റേജിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ട്രാൻസിഷൻ ടു മെറ്റഫേസ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ട്രാൻസിഷൻ ടു മെറ്റഫേസ് നടന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നടക്കുന്ന എന്താ? മെറ്റഫേസ്. അപ്പൊ ഇതേ സെയിം ഡയഗ്രാം, ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന സെയിം ഡയഗ്രാം ഏതിലുണ്ട്? NCERT-ലുണ്ട്. അതിന്റെ താഴത്തെ ലേബലും എന്ത് തന്നെയാണ്? ട്രാൻസിഷൻ ടു മെറ്റഫേസ്. അപ്പോ നിങ്ങൾക്ക് ബേസിക്കലി ഇങ്ങനെ ഡയഗ്രാം ഡിഫൈ ചെയ്യാൻ വരികയാണെങ്കിൽ NCERT-ന്ന് വരുള്ളൂ. അപ്പൊ അതിലത്തെ എല്ലാ ഡയഗ്രാം എന്താണ് കോറിലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ പ്രോ ഫേസ് കഴിഞ്ഞ്
അതായത് പ്രോഫേസ് കഴിഞ്ഞ് മെറ്റഫേസിലാണ് ഇക്വൽ പ്ലേറ്റിൽ അറേഞ്ച്മെന്റ് നടക്കുന്നത് ഇൻ മൈറ്റോസിസ്. അപ്പോൾ ഈ മൈറ്റോസിസിന് ഈ അറേഞ്ച്മെന്റ് നടക്കണമെങ്കിൽ ഈ ഡയഗ്രം എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യണം? നമ്മുടെ ട്രാൻസിഷൻ ടു മെറ്റഫേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇത്രയാണ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, a cell has 32 chromosomes. It undergoes mitotic division. അപ്പൊ 32 chromosomes ഉള്ള ഒരു സെൽ ഉണ്ട്, അത് മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യാൻ പോവാണ്. ആൻഡ് വാട്ട് വിൽ ബി ദ ക്രോമോസോം നമ്പർ ഡ്യൂറിങ് മെറ്റഫേസ്? ഇനി അത് കഴിഞ്ഞ് ആനഫേസിൽ എന്തായിരിക്കും അതിന്റെ DNA കണ്ടന്റ്? അപ്പോ നമുക്ക് എന്തറിയാം, നമ്മുടെ DNA റെപ്ലിക്കേഷൻ എവിടെയാണ് നടക്കുന്നത്? ഏത് ഫേസിലാണ് നടക്കുന്നത്? നമ്മുടെ മെയിൻ M ഫേസിന് മുമ്പ് ഏത് ഫേസ് ഉണ്ട്? S ഫേസ് ഉണ്ട്. അപ്പോ M ഫേസിന് മുമ്പ് ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസിന് ഉള്ളില് G1 ഫേസ് കഴിഞ്ഞ് നമുക്ക് ഏത് ഫേസ് കാണാൻ പറ്റും? S ഫേസ് കാണാൻ പറ്റും. ആൻഡ് ഈ S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടന്നെങ്കിൽ S ഫേസ് കഴിഞ്ഞാണ് ബാക്കിയുള്ള ഫേസ് വരുന്നെങ്കിൽ S ഫേസ് കഴിഞ്ഞ എല്ലാ ഫേസസിലും DNA കണ്ടന്റ് എന്ത് തന്നെയായിരിക്കും? ഡബിൾഡ് ആയിരിക്കും. കാരണം ഓൾറെഡി S ഫേസിൽ DNA കണ്ടന്റ് ഡബിൾ ചെയ്തു. അപ്പോ ഇനി ആനഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ആനഫേസിൽ ഈ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡിവൈഡ് ആവുന്നു അറ്റ് ദി ലെവൽ ഓഫ് സെൻട്രോമിയർ. അപ്പോഴും എന്തുതന്നെയായിരിക്കും? ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. കാരണം ഡിഫറെന്റ് സെൽസ് ആയിട്ട് സൈറ്റോകൈനസിസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് പറ്റും? നമ്പർ ഓഫ് ക്രോമസോംസ്. അപ്പോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആക്ച്വലി മെറ്റഫേസിലോ ആനഫേസിലോ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്പർ ഇസ് ഓൾവേസ് 32. അതുകൊണ്ടാണ് അതെന്ത് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ വിളിക്കുന്നത്. ഏത് ഫേസിനെ? മൈറ്റോസിസിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ക്രോമസോംസിന്റെ നമ്പർ മെറ്റഫേസിലോ ആനഫേസിലോ ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് അത് നമ്മുടെ സെല്ലിൽ തന്നിരിക്കുന്ന എത്ര ക്രോമസോംസ് ആണോ അത്ര തന്നെയായിട്ട് മെയിൻറ്റെയിൻഡ് ആവും. ഇനി DNA റെപ്ലിക്കേഷൻ എവിടെയാണ് നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ S ഫേസിലാണ്, ഇൻ ഇന്റർഫേസ്. അപ്പൊ ഇന്റർഫേസിൽ S ഫേസിൽ നടന്നു കഴിഞ്ഞ് വരുന്ന എല്ലാത്തിലും DNA കണ്ടന്റ് എന്തായിരിക്കും? ഡബിൾഡ് ആയിരിക്കും. ഇത്രയാണ് ഫോർത്ത് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ, while examining the mitotic stage in a tissue, one finds some cells with 16 chromosomes and some other with 32 chromosomes. What possible reasons could you assign to this difference in chromosome number? Do you think cells with 16 chromosomes could have arisen from cells with 32 chromosomes or vice versa? ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്? മൈറ്റോട്ടിക് സ്റ്റേജ് ഒരു ടിഷ്യൂവിന്റെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരേ ടിഷ്യൂവിൽ തന്നെ ഡിഫറെന്റ് സെൽസിന് ഡിഫറെന്റ് നമ്പർ ഓഫ് ക്രോമസോംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റീസൺ അറിയണമെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇത് NCERT കൊടുത്തിട്ടുമില്ല. എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ഒരു പ്രാവശ്യം ഇത് നമുക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കണ്ടീഷന് എന്തെന്ന് വിളിച്ചു? മൊസൈക്കിസം അല്ലെങ്കിൽ മൊസൈക്ക് നമ്മൾ വിളിച്ചു. ആൻഡ് ഈ മൊസൈക്ക് അല്ലെങ്കിൽ മൊസൈക്കിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരേ ഇൻഡിവിജ്വല് ഒരേ ടൈപ്പ് ഓഫ് ടിഷ്യൂല് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? രണ്ട് അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലേഷൻ വിത്ത് ഡിഫറെന്റ് ജീനോടൈപ്സ്. അപ്പോ ഇതിലെങ്ങനെയാണ്? ഒരു ടിഷ്യൂവിൽ എടുത്ത് നോക്കുമ്പോൾ ചില സെൽസ് 16 ക്രോമസോംസ്, മറ്റു ചിലതിന് 32 ക്രോമസോംസ്. അപ്പൊ പ്രസൻസ് ഓഫ് 2 or more പോപ്പുലേഷൻ ഓഫ് സെൽസ് വിത്ത് ഡിഫറെന്റ് ജീനോടൈപ്സ്, അതും സെയിം ഇൻഡിവിജ്വൽ, അതായത് വൺ ഇൻഡിവിജ്വൽ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മൊസൈക്കിസം അല്ലെങ്കിൽ മൊസൈക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഈ കണ്ടീഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ചിലതിന് ഹാഫ് ആവുന്നുണ്ട് ക്രോമസോം, ചിലതിന് സെയിം ആയിട്ട് മെയിൻറ്റെയിൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റീസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ റീസൺ പറയാം? ഒന്നാമത്തെ റീസൺ നോൺ ഡിസ്ജങ്ഷൻ. ഈ ടേം ഇതിന്റെ NCERT ഉണ്ട്. നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രോമസോംസ് അല്ലെങ്കിൽ ക്രോമാറ്റിഡ്സ് നമുക്കറിയാം സെൽ ഡിവിഷന്റെ സമയം സെഗ്രിഗേറ്റ് ആയി സെപ്പറേറ്റ് ആയി ഡോട്ടർ സെൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോ ആ സെപ്പറേഷൻ അല്ലെങ്കിൽ സെഗ്രിഗേഷൻ നടക്കുന്നില്ല. അതായത് നമ്മുടെ സെൻട്രോമിയർ വെച്ച് ഡിവിഷൻ നടന്ന് രണ്ട് ക്രോമസോം, അതായത് രണ്ട് പീസ് അല്ലെങ്കിൽ രണ്ട് പാർട്ട് ആവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഫെയിലിയർ ഓഫ് ക്രോമസോം ടു സെഗ്രിഗേറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ഡിസ്ജങ്ഷൻ. അപ്പൊ നോൺ ഡിസ്ജങ്ഷനിൽ ഫെയിലിയർ നടന്നു, ക്രോമസോംസ് അല്ലെങ്കിൽ ക്രോമാറ്റിക്സ് സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുന്നില്ല. അപ്പോ നമ്മുടെ ഉണ്ടായി വരുന്ന ഡോട്ടർ സെൽസിൽ എന്ത് കാണാൻ പറ്റും? അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമസോംസ്. കാരണം എന്താണ്? നമുക്കറിയാം 32 ക്രോമസോംസ് ആണെങ്കിൽ ഉണ്ടായി വരുന്ന പ്രോഡക്ട്സിനും ഇക്വേഷണൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസിൽ എന്ത് തന്നെ വേണം? 32 ക്രോമസോംസ് തന്നെ വേണം. അപ്പൊ 32 ക്രോമസോംസ് 32 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സെൻട്രോമിയർ വെച്ചൊരു സെപ്പറേഷൻ അത്യാവശ്യമാണ്. അത് നടക്കുന്നില്ലെങ്കിൽ
ഡോട്ടർ സെൽസിൽ എന്ത് കാണാൻ പറ്റും? അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമോസോംസ് കാണാൻ പറ്റും. ഇനി ഈ അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമോസോംസിനെ വിളിക്കുന്ന ടേം ആണ് അന്യൂപ്ലോയിഡി. അപ്പോ ഇനി ഇതിന്റെ ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സെൽ ഡിവിഷന്റെ സമയത്ത് ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. കാരണം എന്താണ്? ചില ക്രോമോസോംസ് സെൻട്രോമിയറിന്റെ അറൌണ്ട് ഡിവൈഡ് ചെയ്തില്ല. അപ്പോൾ എക്സ്ട്രാ നമ്മുടെ പുതിയ ഡോട്ടർ സെല്ലിലേക്ക് പോവാം. അപ്പൊ ഈ ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുമ്പോൾ ചില സെല്ലില് എന്താണ് എക്സ്ട്രാ ക്രോമോസോമും ആൻഡ് മറ്റേ ഓപ്പോസിറ്റ് ഡോട്ടർ സെല്ലിൽ എന്താണ് ലെസ് ക്രോമോസോമും കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചിലതില് എക്സ്ട്രാ ചിലതില് ലെസ് ക്രോമോസോം കാണുന്നതിനെ വിളിക്കുന്നതാണ് നോൺ ഡിസ്ജങ്ഷൻ. അപ്പൊ ഇങ്ങനെ ഇറഗുലർ ഡിവിഷൻ ഓഫ് ക്രോമോസോംസ് നടക്കാണ് ആൻഡ് ഫെയിലിയർ ടു സെഗ്രിഗേറ്റ്. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഡോട്ടർ സെൽസിലെ ക്രോമോസോംസ് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. അത് ഒരു കാരണം. ഇത്രയും കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടേം ആണ് നോൺ ഡിസ്ജങ്ഷൻ. ഇനി സെക്കൻഡ് കാരണമുണ്ട്. എന്താണ് ഈ കണ്ടീഷൻ? ഐദർ നോൺ ഡിസ്ജങ്ഷൻ വഴിയാവാം ആൻഡ് സെക്കൻഡ് റീസൺ പറയുന്നത് എന്താ? എൻഡോ റെപ്ലിക്കേഷൻ വഴിയാവാം. ഇനി എന്താണ് എൻഡോ റെപ്ലിക്കേഷൻ? എന്താണ് എൻഡോ റെപ്ലിക്കേഷൻ? എൻഡോ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല, അതായത് ആബ്സെൻസ് ഓഫ് സെൽ ഡിവിഷൻ. ആൻഡ് പക്ഷെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല, അതേസമയം ന്യൂക്ലിയർ ജീനോം റെപ്ലിക്കേറ്റ് ആവുന്നുണ്ട്. അതായത് ഡി എൻ എ സിന്തസിസ് അല്ലെങ്കിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, അതായത് ക്രോമോസോം കണ്ടന്റ് ഡബിൾഡ് ആവുന്നുണ്ട്, പക്ഷെ സെൽ ഡിവിഷൻ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഡിഫറെന്റ് സെല്ലിലേക്ക് സെപ്പറേറ്റ് ആയി കൊടുക്കാനായിരുന്നു നമ്മൾ ആക്ച്വലി ഡി എൻ എ കണ്ടന്റ് ഡബിൾ ചെയ്തത്. പക്ഷെ സെപ്പറേറ്റ് ക്രോമോസോമിൽ കൊടുക്കാൻ മാത്രമുള്ള സെൽ ഡിവിഷൻ ഇതിൽ നടക്കുന്നില്ല. അപ്പൊ ആബ്സെൻസ് ഓഫ് സെൽ ഡിവിഷൻ ലീഡ്സ് ടു എലവേറ്റഡ് ന്യൂക്ലിയർ ജീൻ കണ്ടന്റ്. അപ്പൊ എലവേറ്റഡ് ന്യൂക്ലിയർ ജീൻ കണ്ടന്റ് ഉണ്ടാവുന്നു. അപ്പൊ ക്രോമോസോം കണ്ടന്റ് എന്താവുന്നു? ആവശ്യത്തിനും കൂടുതലാവുന്നു. അതിന് നമ്മൾ പോളി പല പല മൾട്ടിപ്ലോകാർബിൾഡായി അതിൽ തന്നെ സ്റ്റേ ചെയ്തു സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. ഇനി അതായത് മൈറ്റോസിസ് എന്ത് ചെയ്യും? അബോർട്ടഡ് ആവും പ്രയർ ടു സൈറ്റോകൈനസിസ് ഓർ സർക്കമെന്റഡ് എൻറ്റയർലി. കാരണം എന്താണ്? സൈക്ലിൻ ഡിപെൻഡന്റ് കൈനേസ് ആക്ടിവിറ്റിയിലെ എന്തെങ്കിലും ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ അപാകത കാരണം ഏത് നടക്കുന്നില്ല? നമ്മുടെ സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. ആൻഡ് അത് മാത്രമല്ല, ഡി എൻ എ കണ്ടന്റ് ഡബിൾഡ് ആയി വിച്ച് ലീഡ്സ് ടു പോളിപ്ലോയിഡി. അപ്പൊ ഈ എൻഡോമൈറ്റോസിസ് അല്ലെങ്കിൽ എൻഡോ റെപ്ലിക്കേഷനും ഏതിന് കാരണമാവാം? നമ്മുടെ മൊസൈക്കിസത്തിന് കാരണം ആവാം. ഇനി തേർഡ് റീസൺ പറയുന്നത് എന്താ? ആനഫേസ് ലാഗിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ആനഫേസ് ലാഗിംഗ് കൊണ്ടും എന്തുണ്ടാവാം? നമ്മുടെ ഈ ഇപ്പൊ കാണുന്ന ചില ഒരേ ടിഷ്യൂലെ രണ്ട് സെൽസിന് 2 or more ഡിഫറെന്റ് ടൈപ്സ് ജീനോടൈപ്സ് കാണാൻ പറ്റും. ഇനി എന്താണ് ആനഫേസ് ലാഗ്? ആനഫേസ് ലാഗ് എന്താണ്? നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ സെൻട്രോമിയൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ക്രോമാറ്റിഡ്സിനെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വിളിക്കും. ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ഈവന്റ് അല്ലെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം നമുക്കറിയാം ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് ഡോട്ടർ സെൽസിലേക്ക് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവേണ്ടതുണ്ട്. പക്ഷെ സ്പിൻഡിൽ ഫോർമേഷൻ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് എന്ത് പറ്റുന്നില്ല? നമ്മുടെ പ്രോപ്പർ സെപ്പറേഷൻ നടക്കുന്നില്ല ഓഫ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഫ്രം ഈച്ച് അതർ. അപ്പോ അവരെങ്ങനെയാണ് ആനഫേസിന്റെ സമയത്ത് പ്രോപ്പർലി മൈഗ്രേറ്റ് ആവുന്നില്ല ടു രണ്ട് ന്യൂ പ്രോഡക്ട്സ്, അതായത് ന്യൂ ഉണ്ടാവുന്ന സെൽസിലേക്ക് അവർ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നില്ല, മൈഗ്രേറ്റഡ് ആവുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള ഡോട്ടർ സെൽസിന് എന്താണ് ചില ഇൻഫർമേഷൻ ലൂസ് ചെയ്യും. കാരണം എന്താ? ഇറഗുലർ സെഗ്രിഗേഷനും ഇറഗുലർ മൈഗ്രേഷനും കാരണം. ഇനി ഇത് നമുക്ക് മിയോസിസിലും മൈറ്റോസിസിലും കാണാൻ പറ്റും. ആൻഡ് ആനഫേസ് ലാഗ് കാരണം ഒരു ഡോട്ടർ സെൽസിന് എന്താണ് അവര് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമോസോംസ് റിസീവ് ചെയ്യും. ആൻഡ് അതർ ഡോട്ടർ ക്രോമോസോമിനാണെങ്കിൽ അതിന് ഒരു പെയർ ഓഫ് സെറ്റ് ഓഫ് ക്രോമോസോംസ് കംപ്ലീറ്റ്ലി ലാക്ക് ആവും. അങ്ങനെ ഒരു പെയർ ഓഫ് കംപ്ലീറ്റ് ക്രോമോസോംസിനെ ലാക്ക് ആവുന്ന കേസിനെ നമ്മൾ മോണോസോമി എന്ന് വിളിക്കും. മോണോ എന്ന് പറഞ്ഞാൽ വൺ പെയർ എന്ന് പറഞ്ഞ് ആലോചിക്കും. ഇനി ഇത് മൂന്നും ഇതിനെ മൊസൈക്കിസം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വേറെ വേറെ റീസൺസ് ആണ്. പക്ഷെ പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ ആനഫേസ് ലേറ്റൻസി തന്നെയാണ്. ആൻഡ് അത് എന്തിന്റെ കാരണം കൂടി ആവാം? നമ്മുടെ ഡെവലപ്മെന്റ് സമയത്ത് ഓരോ ഇൻഡിവിജ്വലിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു മ്യൂട്ടേഷൻ വഴി നമുക്ക് എന്താണ് ഓൺലി ഒരൊറ്റ സബ്സെറ്റ് ഓഫ് അഡൾട്ട് സെൽസ് മാത്രമേ ഇത് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതും അതിന്റെ റീസൺ ആവാം. അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്? ഈ 32 ക്രോമോസോം 16 ക്രോമോസോം ഇങ്ങനെ ഇറഗുലർ ആയി കാണാനുള്ളതിന്റെ കോൺസെപ്റ്റ് നമ്മൾ മൊസൈക്കിസം എന്ന് പറഞ്ഞു. അതിന് വേരിയസ് റീസൺസ് ആവാം. ഒന്നാമത്തെ റീസൺ നോൺ ഡിസ്ജങ്ഷൻ, രണ്ടാമത്തെ റീസൺ എൻഡോ റെപ്ലിക്കേഷൻ, മൂന്നാമത്തെ റീസൺ ആനഫേസ് ലാഗ്. ഇനി ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമുക്ക് മൊസൈക്കിസം കാണാൻ പറ്റും. ഇനി ഒരു സെൽ വിത്ത് 16 ക്രോമോസോം, പേരന്റ് സെല്ലിൽ 16 ക്രോമോസോംസ് ഉണ്ട്.
അത് മൈറ്റോസിസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഇറഗുലർ എന്തോ സംഭവിച്ച് ഈ 3 കാരണങ്ങൾ കൊണ്ട് ഏത് ടൈപ്പും ആവാം, ഇറഗുലർ സെഗ്രിഗേഷനോ ഇറഗുലർ സെപ്പറേഷനോ ഇറഗുലർ ഡിസ്ട്രിബ്യൂഷനോ സംഭവിച്ച് എന്ത് പറ്റും, നമ്മുടെ ഉണ്ടായി വരുന്ന സെൽസിന് 32 ക്രോമസോംസ് ഉണ്ടാവാം. അപ്പോൾ 16 പേരന്റലായിട്ട് 32 ക്രോമസോം ഡോട്ടറിനും വരാം, ഇതേപോലെ തിരിച്ചും സംഭവിക്കും. They have double the number of chromosomes between the period of separation of chromatids containing duplicated DNA and cytokinesis. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ക്വസ്റ്റിന് പറയുന്നത്. 16 ക്രോമസോംസ് സെല്ലിൽ നിന്ന് നമുക്ക് എങ്ങനെ 32 ക്രോമസോംസ് ഉള്ള ഡോട്ടർ സെൽസ് ഉണ്ടായി എന്നുള്ളതിനെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വിത്ത് ദ കോൺസെപ്റ്റ് ഏത് നമ്മുടെ മൊസൈക്കിസം. ഇനി 6th ക്വസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ the following events occur during various phases of cell cycle. Name the phase against each of the events. അപ്പോൾ ഈ ഫേസ് നടക്കുന്നതിന്റെ ഈ ഈവന്റ് നടക്കുന്നതിന്റെ ഫേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഏത് ഫേസിലാണ് നടക്കുക? നമുക്കറിയാം ന്യൂക്ലിയർ മെംബ്രെയിനും എല്ലാം ഡിസോൾവ് ചെയ്ത് ക്രോമസോം കണ്ടൻസേഷൻ തുടങ്ങുന്നത് ഏറ്റവും ആദ്യത്തെ ഫേസിൽ, അതായത് പ്രോഫേസ്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഡിസ്ഇന്റഗ്രേഷൻ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്നത് NCERT ഏത് ഫേസിലാണ്? ലേറ്റ് പ്രോഫേസിലാണ്. അപ്പോൾ അതിന് ആൻസർ എന്ത് വന്നു? ലേറ്റ് പ്രോഫേസ്. ഇതൊക്കെ ഓൾറെഡി പഠിച്ച ഫാക്ട്സ് ആണ്, അപ്പൊ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇനി അപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയോലസിന്റെ അപ്പിയറൻസ്, ഡിസപ്പിയറൻസിലെ അപ്പിയറൻസ് എപ്പോഴാണ് നടക്കുന്നത്? നമുക്കറിയാം മൈറ്റോസിസ് കഴിഞ്ഞ് ലാസ്റ്റ് ഫേസ് ആയി പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ്. പ്രോഫേസിലെല്ലാം ഡിസോൾവ് ആയി കംപ്ലീറ്റ്ലി കണ്ടൻസേഷൻ ആവായിരുന്നു. ഇനി ടീലോഫേസ് ബീങ് ദ ഫൈനൽ ഫേസ് എന്ത് പറ്റും? നമ്മുടെ പോയ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടന്ന ഓർഗനൽസ് ഒക്കെ എന്ത് പറ്റും? തിരിച്ച് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ആൻഡ് മെംബ്രെയിൻ എല്ലാം ഡിസിന്റഗ്രേറ്റഡ് ഒന്നുകൂടി അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അപ്പിയറൻസ് ഓഫ് ബാക്കിയുള്ള സെൽ മെംബ്രെയിൻ ആയാലും ന്യൂക്ലിയർ മെംബ്രെയിൻ ആയാലും നമ്മുടെ ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് ആയാലും നമ്മൾ ഏത് ഫേസ് പറയണം? ടീലോഫേസ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന ഡിവിഷൻ ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയറിന്റെ ഡിവിഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത്? ആനഫേസ്. ഇനി റെപ്ലിക്കേഷൻ ഓഫ് DNA, അതും എല്ലാവർക്കും അറിയാം, ഇന്റർഫേസിലെ S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ അതായത് നടക്കുന്നത്. S ഫേസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഫേസ്. ഇറ്റ് ഇസ് കോറിലേറ്റഡ് വിത്ത് ദ റെപ്ലിക്കേഷൻ ഓഫ് DNA. ഇത്രയാണ് 6th ക്വസ്റ്റ്യൻ പറയാൻ. ഇനി 7th ക്വസ്റ്റ്യൻ. മൈറ്റോസിസ് റിസൾട്ട്സ് ഇൻ പ്രൊഡ്യൂസിംഗ് 2 cells which are similar to each other. മൈറ്റോസിസിൽ നമുക്കറിയാം ഇക്വേഷണൽ ഡിവിഷൻ 2 cells സിമിലർ ടു ഈച്ച് അതർ ആയിരിക്കും. നമ്മുടെ സൊമാറ്റിക് സെൽസിലൊക്കെ നടക്കുന്ന മൈറ്റോസിസ് ആണ്. What would be the consequence if each of the following irregularities occur during mitosis? അപ്പോൾ മൈറ്റോസിസിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിന്റഗ്രേറ്റ് ആവുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഡിസിന്റഗ്രേറ്റ് ആയിട്ട് വേണം ബാക്കിയുള്ള ഫേസസ് ഓഫ് മൈറ്റോസിസും കാര്യങ്ങളൊക്കെ നടക്കാൻ. കാരണം എന്താ? ബാക്കിയുള്ള ഡ്രമാറ്റിക് ഫേസിലെ എല്ലാ സാധനങ്ങളും നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിലാണ്. അതുകൊണ്ടാണ് എല്ലാ മെംബ്രെയിനും എല്ലാം ഡിസൊല്യൂഷൻ നടക്കുന്നത്. പക്ഷെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിന്റഗ്രേറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ മൈറ്റോസിസ് എവിടെ നടക്കും? വിത്തിൻ ന്യൂക്ലിയസ് നടക്കും. ഇനി വിത്തിൻ ന്യൂക്ലിയസ് നടക്കുന്ന മൈറ്റോസിനെ നമ്മൾ എൻഡോ ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവുക. സെൽ സൈക്കിള് എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ എൻഡോ ന്യൂക്ലിയേഷൻ അല്ലെങ്കിൽ വിത്തിൻ ന്യൂക്ലിയസ് മൈറ്റോസിസ് സംഭവിക്കും. എന്തിന്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇൻ കേസ് ഡിസിന്റഗ്രേറ്റ് ആയില്ലെങ്കിൽ. ഇനി സെക്കൻഡ് ഇറഗുലാരിറ്റി ചോദിച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA നടക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും? നമുക്കറിയാം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA ഉണ്ടെങ്കിലാണ് അതിന് ഈവൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെല്ല് സൈറ്റോകൈനസിസ് വഴി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ there will be no mitosis. അപ്പൊ ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ DNA ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മൈറ്റോസിസും ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇനി തേർഡ് ചോദിച്ചിരിക്കുന്ന സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്യുന്നില്ല. സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്യാത്ത ഒരു കണ്ടീഷൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേയുള്ളൂ മേലെ. എന്താണ്? നോൺ ഡിസ്ജങ്ഷന്റെ കേസസിൽ എന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവുന്നില്ല, അതായത് സെൻട്രോമിയർ ഡിവൈഡ് ആവുന്നില്ലെങ്കിൽ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞ കണ്ടീഷൻ അപ്പിയർ ചെയ്യും. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലോയിഡി മെയിൻറ്റെയിൻ ആവാണ്ട് മൾട്ടിപ്ലൈഡ് ആയി ഇൻക്രീസ്ഡ് ആവുന്നു. കാരണം ഇറഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോമസോംസ് ടു ദി ഡോട്ടർ സെൽസ്. ഇനി സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും? നമുക്കറിയാം അത് നമുക്ക് നോർമൽ കണ്ടീഷൻസിൽ ചില ഓർഗാനിസത്തിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോക്കനട്ടിലെ ലിക്വിഡ് എൻഡോസ്പേം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? സൈറ്റോകൈനസിസ് നടക്കുന്നില്ല, പക്ഷെ റിപ്പീറ്റഡ് കാരിയോകൈനസിസ് നടക്കുന്നുണ്ട്. അപ്പൊ ഒരു മൾട്ടി കാരിയോകൈനസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഡിവിഷൻ, ന്യൂക്ലിയായി ഡിവൈഡ് ചെയ്ത് ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ഉണ്ടാവും. ആൻഡ് അതിനെ നമുക്ക് ഏതെന്ന് വിളിക്കാം? സിൻസീഷ്യം എന്നാണ് ആ സ്റ്റേജിനെ വിളിക്കുന്നത്. അതായത്
ഫോർമേഷൻ ഓഫ് സിൻസിഷ്യൻ നടക്കുന്നു. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ് ആസ് സീൻ ഇൻ ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട്. അപ്പൊ ഇത്രയും ഇറഗുലാരിറ്റീസ് ഓരോന്ന് നടക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ മൈറ്റോസിസിന്റെ അല്ലെങ്കിൽ സെൽ ഡിവിഷന്റെ ഫേറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ എയിം. ഇനി 8th ക്വസ്റ്റ്യൻ, ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് undergo mitosis. ഇനി വാട്ട് ആർ ദ ഡിഫറൻസസ് ഇഫ് എനി ഒബ്സർവ്ഡ് ഇൻ ദ പ്രോസസ് ബിറ്റ്വീൻ ടു. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസമിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസമിലും എന്താണ് മൈറ്റോസിസ് നടക്കുന്നുണ്ട് ആൻഡ് അതിന്റെ ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു ടാബുലാർ ഫോമിൽ എന്ത് അറേഞ്ച് ചെയ്യാം? ആദ്യം യൂണിസെല്ലുലാർ ഓർഗാനിസം, ഇപ്പുറത്തെ മൾട്ടി സെല്ലുലാർ. ഇനി ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ എന്താണ്? DNA റെപ്ലിക്കേഷൻ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ എവിടെയാണ്? DNA റെപ്ലിക്കേഷൻ എടുത്താലും ന്യൂക്ലിയർ ഡിവിഷൻ എടുത്ത് നോക്കിയാലും നമുക്ക് ഓൾമോസ്റ്റ് സൈമൾട്ടേനിയസ്ലി ആണ് ഏതിൽ കാണാൻ പറ്റുക? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ. പാരാമീറ്റർ ഇവിടെ എഴുതാം. DNA റെപ്ലിക്കേഷനും ന്യൂക്ലിയർ ഡിവിഷനും യൂണിസെല്ലുലാറിൽ occurs simultaneously. പക്ഷെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ എങ്ങനെയാണ്? ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ അത് ഏത് ഫേസിലായിരിക്കും? നമ്മുടെ മൈറ്റോട്ടിക് ഫേസിലായിരിക്കും നടക്കുക. അതേസമയം DNA റെപ്ലിക്കേഷൻ എവിടെയായിരിക്കും നടക്കുക? S ഫേസിലായിരിക്കും നടക്കുന്നത്. ഇത് ആക്ച്വലി തിരിഞ്ഞാണ് വരുന്നത്. ഫസ്റ്റ് DNA റെപ്ലിക്കേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ന്യൂക്ലിയർ ഡിവിഷൻ. അപ്പൊ ആദ്യം S ഫേസിൽ നടന്നു, പിന്നെ മൈറ്റോട്ടിക് ഫേസിൽ നടന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണ്? സ്പിൻഡിൽ അപ്പാരറ്റസിന്റെ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ യൂഷ്വലി സ്പിൻഡിൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി തന്നെ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ മൾട്ടി സെല്ലുലാറിൽ എങ്ങനെയാണ്? പ്രസന്റ് ആയിരിക്കും. ഇനി യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ നമ്മുടെ ഈ റെപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായിട്ടാണ്? മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ടാണ്. അതായത് ഒരു സെല്ലിന്ന് 2 സെല്ല് ഉണ്ടാവും. അതൊരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പോലെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ കാണാൻ പറ്റുക. പക്ഷെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ അതിന് വേരിയസ് റീസൺസ് ഉണ്ടാവാം. മെയിൻലി എങ്ങനെയായിരിക്കും? ടിഷ്യൂ റിപ്പയർ. സൊമാറ്റിക് സെൽസിലായിരിക്കും മൈറ്റോസിസ് നടക്കുക. അപ്പൊ ടിഷ്യൂ റിപ്പയറിനാവാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസത്തിനാവാം. അപ്പൊ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ദിസ് ഇസ് എ മീൻസ് ഓഫ് ടിഷ്യൂ റിപ്പയർ അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസം നമുക്ക് പറയാൻ പറ്റും. അതിന് നമുക്ക് പാരാമീറ്റർ പേർപ്പസ് എന്ന് പറയാം. എന്താണ് ഈ ഡിവിഷൻ നടക്കുന്നതിന്റെ പേർപ്പസ്? യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഇത്രയും ആണ് മേജർ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തില് സെൽ ഡയറക്ട്ലി 2 പാർട്ട് ആവാണ്. ഇതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു? മൈറ്റോസിസ് എന്ന് വിളിച്ചു. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടക്കുന്നതാണ്. അതായത് ആസ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. പക്ഷെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഇതിന് ഹോൾ ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ആൻഡ് നമ്മുടെ സൈറ്റോപ്ലാസത്തിന് ഡിവിഷന് മുമ്പ് തന്നെ കാരിയോകൈനസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. ഇനി ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസും ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസും എല്ലാം വേറെയാണ് നടക്കുന്നത്. അല്ലാണ്ട് ആ സീൻ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം അറ്റ് എ ടൈം ഒരുമിച്ച് അല്ല. ഇനി മൈറ്റോസിസിൽ DNA ഡ്യൂപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാലും ന്യൂക്ലിയർ ഡിവിഷൻ എടുത്ത് നോക്കിയാലും അത് സൈമൾട്ടേനിയസ്ലി ആയിരിക്കും നടക്കുക. പക്ഷെ മൾട്ടി സെല്ലുലാറിൽ ഒരു സെപ്പറേറ്റ് S ഫേസിലാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA നടക്കുന്നത്. ആൻഡ് മറ്റേത് എവിടെയാണ്? ന്യൂക്ലിയർ ഡിവിഷൻ ഇൻ മൈറ്റോട്ടിക് ഫേസും നടക്കുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നെയിം ദി പത്തോളജിക്കൽ കണ്ടീഷൻ വെൻ അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ്. അതായത് അൺകൺട്രോൾഡ് ആയിട്ട് സെൽ പ്രോലിഫറേഷൻ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കുന്നതിന്റെ പത്തോളജിക്കൽ കണ്ടീഷൻ. ഫിസിയോളജിക്കൽ അല്ല, പത്തോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാൻസർ സമയത്താണ് അങ്ങനെ നടക്കുക. കാരണം എന്താ? നമ്മുടെ സെൽ ഡിവിഷൻ റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ മ്യൂട്ടേറ്റഡ് ആവും, അല്ലെങ്കിൽ അവര് അതിന്റെ റെഗുലേഷൻ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ കംപ്ലീറ്റ് കൺട്രോൾ ഓവർ സെൽ ഡിവിഷൻ. എപ്പോ ഒരു സെൽ ഡിവൈഡ് ചെയ്യണം, എപ്പോ ഒരു സെൽ ഡിവൈഡ് ചെയ്യേണ്ട എന്നുള്ളത് അതിന്റെ ഒരു ഹയർ എൻറ്റിറ്റി വന്ന് അതിന് മെസ്സേജ് കൊടുക്കേണ്ടതാണ് ഓരോ സെൽസിനും. പക്ഷെ ആ ഹയർ എൻറ്റിറ്റി തന്നെ എന്തെങ്കിലും കൺട്രോളിങ് പ്രശ്നമോ മാൽ ഫോർമേഷനോ നടക്കുമ്പോൾ എന്ത് പറ്റും? അനാവശ്യമായിട്ട് സെൽ ഡിവിഷൻ നടക്കാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സെല്ലുലാർ പ്രോലിഫറേഷൻ.
അങ്ങനെയുള്ളൊരു പത്തോളജിക്കൽ കണ്ടീഷൻ ആണ് ക്യാൻസർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി 10th ക്വസ്റ്റ്യൻ, 2 key events take place during S phase in animal cells: DNA replication and duplication of centriole. എസ് ഫേസിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മെയിൻലി 2 ഇവന്റ്സ് ആണ് നടക്കുക. DNA റെപ്ലിക്കേറ്റ് ചെയ്യും ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ സെൻട്രിയോളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇനി ഇൻ വിച്ച് പാർട്ട് ഓഫ് സെൽസ് ടു ഈ തന്നിരിക്കുന്ന ഈവന്റ്സ് അക്കർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ DNA റെപ്ലിക്കേഷൻ എവിടെയാണ്? നമ്മുടെ എസ് ഫേസിലാണ് നടക്കുന്നത്. ആൻഡ് ഈ എസ് ഫേസിൽ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അത് എവിടെ തന്നെയായിരിക്കും? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിരിക്കും. കാരണം എന്താ? നമ്മുടെ മെയിൻ ക്രോമസോം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുന്നത് എവിടെയാണ്? കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പൊ അവർ ന്യൂക്ലിയസിലായതുകൊണ്ട് എസ് ഫേസിലെ DNA റെപ്ലിക്കേഷനും ന്യൂക്ലിയസിൽ തന്നെ നടക്കുള്ളൂ. ഇനി സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം എസ് ഫേസിലെ ആണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രിയോൾസ് നടക്കുക. ആൻഡ് സെൻട്രിയോൾസ് ബീങ് എ സെൽ ഓർഗനൽ മെയിൻലി എവിടെയാണ് കാണുക? സൈറ്റോപ്ലാസ്റ്റിലാണ് കാണുക. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുന്നതും എവിടെ തന്നെയായിരിക്കും? സൈറ്റോപ്ലാസ്റ്റിലായിരിക്കും. അപ്പോ എന്ത് മനസ്സിലായി? DNA ഡിവൈഡ് ചെയ്യുന്ന ന്യൂക്ലിയസിനും സെൻട്രിയോൾസ് ഡിവൈഡ് ചെയ്യുന്ന സൈറ്റോപ്ലാസത്തിനും ആണ്. ഇപ്പൊ ബിഫോർ എസ് ഫേസ്, ആഫ്റ്റർ എസ് ഫേസ് എടുത്ത് നോക്കിയാൽ G1 ഫേസിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ ക്രോമസോം നമ്പർ ഇതിൽ രണ്ടും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അതായത് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. എക്സാമ്പിൾ പോലെ പറയാണ്, ഇവിടെ 4 തന്നെയാണ്, സെയിം നമ്പർ തന്നെയാണ്. പക്ഷെ DNA കണ്ടന്റ് എന്ത് പറ്റി? ഡബിൾഡ് ആയി. നേരത്തെ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഒന്നിൽ തന്നെ ഡബിൾഡ് ആയി. അപ്പൊ ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം, പക്ഷെ ക്രോമസോം കണ്ടന്റ് ഡബിൾഡ് ആയി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11, കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ് meiosis enables the conservation of specific chromosome number of each species even though the process per se results in a reduction of chromosome number. അപ്പോ മിയോസിസിൽ നമ്മൾ ബേസിക്കലി എന്താണ് പറയുന്നത്? നമ്മുടെ സ്പെസിഫിക് ക്രോമസോം നമ്പർ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ കൺസേർവ് ചെയ്യണം വിത്തിൻ ദ സ്പീഷീസ്, അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനാണ് മിയോസിസ് നടക്കുന്നത്. ഇനി പക്ഷെ അത് ആക്ച്വലി എങ്ങനെയാണ്? ക്രോമസോം നമ്പർ റിഡക്ഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി മിയോസിസ് എന്താണ്? റിഡക്ഷണൽ ഡിവിഷൻ ആണ്. കാരണം എന്താ? ഡോട്ടർ സെൽസിലെ നമ്പർ ഓഫ് ക്രോമസോംസ് ബിക്കം ഹാഫ് ഓഫ് ദി നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ പേരന്റ് സെൽസ്. ഇനി ഇത് കൂടാണ്ട് മിയോസിസ് എന്തിനു സഹായിക്കും? നമ്മുടെ ക്രോമസോം നമ്പറിന്റെ കൺസർവേഷന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു കേസ് എടുക്കാം. എങ്ങനെ? ഇമാജിൻ മിയോസിസ് നടക്കുന്നില്ല നമ്മൾ ഇമാജിൻ ചെയ്യുക. അപ്പോ എന്ത് പറ്റും? ഓർഗനിസത്തിന് എങ്ങനെയാവും? നമ്മുടെ സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വഴി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്പീഷീസിന്റെ സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ്. കാരണം എന്താ? ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് എന്തായാലും നടക്കാം. അപ്പൊ മിയോസിസ് നടന്നില്ലെങ്കിൽ മെയിലും ഫീമെയിൽ ഗാമറ്റും എങ്ങനെയാണ്? സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. ഇൻ ഹ്യൂമൻസ് ഇപ്പൊ 46 ക്രോമസോം ആണെങ്കിൽ മിയോസിസ് നടന്നില്ല എങ്കിൽ മെയിൽ ഗാമറ്റിനും ഫീമെയിൽ ഗാമറ്റിനും 46 ആയിരിക്കും. അവർ ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ്? ആ ഉണ്ടായി വരുന്ന സൈഗോണിന് 46+46 ക്രോമസോംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡബിൾഡ് ആയി നമ്മുടെ സൈഗോട്ടിന് ക്രോമസോമിന്റെ നമ്പർ. അപ്പോ ഈ പെർട്ടിക്കുലർ നമ്പർ കൺസേർവ് ചെയ്തിട്ടാണ് നമ്മുടെ സ്പീഷീസിന്റെ ഇൻടാക്ട്നെസ് നമുക്ക് കൺസേർവ് ചെയ്യാൻ. അപ്പൊ സ്പീഷീസ് മാറി പോകാണ്ടിരിക്കാൻ, അബ്നോർമാലിറ്റി കാണാണ്ടിരിക്കാൻ. അപ്പൊ ഈ കൺസർവേഷൻ നടക്കണമെങ്കിൽ ഫെർട്ടിലൈസേഷന് മുമ്പ് ഉണ്ടായിരുന്ന ഫ്യൂസ് ചെയ്യുന്ന ഗാമിറ്റ്സ് ഷുഡ് ബി ഫോംഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഫ്യൂഷൻ കഴിഞ്ഞ് നമ്മുടെ ഒറിജിനൽ പേരന്റ് സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ക്രോമസോം നമ്പർ പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ. അപ്പോ ഇത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് നെസസറി that the gamete should have half the number of chromosomes compared to what it is in the somatic cells. അപ്പോ ഈ ക്വസ്റ്റൻ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇൻ കേസ് മിയോസിസ് ഇല്ലാത്തൊരു കണ്ടീഷൻ എടുക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉണ്ടായിരുന്ന സൈഗോണിന് ഡബിൾ ദി നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. അപ്പൊ ഡബിൾ ആവരുത്, കൺസേർവ് ചെയ്യണം ഇൻ ദി സൈഗോട്ട്. അപ്പൊ സൈഗോട്ട് ലെവലിൽ സെയിം ക്രോമസോം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഫ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഫ്യൂഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്യൂഷൻ എന്തായാലും നടക്കണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്യൂഷൻ നടക്കാൻ പോകുന്ന സെൽസിന്റെ ക്രോമസോം നമ്പർ അല്ലെങ്കിൽ ക്രോമസോം കണ്ടന്റ് ജസ്റ്റ് ഹാഫ് ചെയ്യുക. എന്നിട്ട് അറ്റ് ദി ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അവർ ഫ്യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പേരന്റൽ സെൽസ് പോലെ തന്നെ നമ്പർ പ്രിസർവ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ പറയാൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12, നെയിം എ സെൽ ദാറ്റ് ഇസ് found arrested in diplotin stage for months and years. Comment in 2-3 lines how it completes cell cycle.
അപ്പോ സെൽ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആയിരിക്കുന്ന ഒരു സെല്ലിനെ പറ്റി സംസാരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താണ്, ഇതിൽ ഏറ്റവും റീപ്രൊഡക്ഷൻ ക്ലാസ് 12 റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെ നമ്മുടെ വേർട്ടിബ്രേറ്റ്സ്, അതായത് ഈവൻ ഹ്യൂമൻസ്, നമ്മുടെ കേസ് എടുത്താലും നമ്മുടെ oocyte എങ്ങനെയാണ് നമുക്ക് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ ഫീമെയിൽ പ്യൂബേർട്ടി എത്തുന്നത് വരെ, അതായത് റൈറ്റ് വെൻ ഫീമെയിൽസ് ആർ ബോൺ ടിൽ പ്യൂബേർട്ടി അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ oocytes അറസ്റ്റഡ് ആയിരിക്കും. എന്താ oocyteന്റെ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ oocyteന്റെ കണ്ടിന്യൂവേഷൻ ഓഫ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെല്ല് റെഗുലറി ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് അപ്പോൾ ആവശ്യമില്ല. ആൻഡ് വൺസ് എ ഫീമെയിൽ റീച്ചസ് പ്യൂബേർട്ടി നമ്മുടെ ഈ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ റിമൂവ്ഡ് ആവും. ആൻഡ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ മാറി അവർ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും ദ നോർമൽ സെൽ സൈക്കിൾ. ഇനി അറ്റ് പ്യൂബേർട്ടി നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇനി ഫീമെയിൽ ഗോണാഡോട്രോപ്പിൻ ഉണ്ട്. ഫീമെയിൽ ഗോണാഡോട്രോപ്പിൻ വന്ന് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും, പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പിറ്റ്യൂട്ടറിയിൽ എന്തൊക്കെ ഉണ്ടാവും, FSH LH കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് പ്രിഡോമിനന്റ്ലി LH സർജിന്റെ സമയത്ത് എന്ത് പറ്റും, ഈ സ്റ്റിമുലേഷൻ കാരണം ഈ അറസ്റ്റഡ് ആയിരിക്കുന്ന, അതായത് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആയിരിക്കുന്ന oocytes ഡിവൈഡ് ചെയ്യാൻ, അതായത് സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, അറസ്റ്റ് മാറി സെൽ സൈക്കിൾ ഡിസ്കണ്ടിന്യൂഡ് ആയിരുന്നത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും ആഫ്റ്റർ ദിസ് ഹോർമോണൽ സ്റ്റിമുലേഷൻ. അപ്പൊ ഈ ഹോർമോൺസ് വേരിയസ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ oocyte ടു റെസ്യൂം മിയോസിസ് ആൻഡ് പ്രോഗ്രസസ് ടു മെറ്റഫേസ് 2. ഇനി oocyte അഗൈൻ ഇപ്പൊ നമുക്കറിയാം പ്യൂബർട്ടിയിൽ ഇപ്പൊ ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണം റെസ്യൂം ചെയ്യാൻ തുടങ്ങി. പക്ഷെ മെറ്റഫേസ് 2 അഗൈൻ നമ്മുടെ oocyte അറസ്റ്റഡ് ആവുന്നു. ആൻഡ് അത് ഏത് സ്റ്റേജാണ്, മെറ്റഫേസ് 2 സെക്കൻഡ് അറസ്റ്റിംഗ് സംഭവിക്കുക. ആൻഡ് ഇതാണ് അപ്രോപ്രിയേറ്റ് സ്റ്റേജ് ടു ബി ഫെർട്ടിലൈസ്ഡ്. കാരണം എന്താ, ഈ അറസ്റ്റിംഗ് മാറണമെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഫ്യൂഷൻ നടക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കണം, സ്പേം എന്നിട്ട് oocyteന് കോണ്ടാക്റ്റിൽ വരുന്നു. ആ സമയത്താണ് ഇത് എന്ത് പറ്റുക, ഇത് അഗൈൻ റെസ്യൂം ചെയ്യാൻ തുടങ്ങുക. ഓൺ ദി അക്കറൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ നമ്മുടെ മിയോസിസ് 2 ഇസ് കംപ്ലീറ്റ്. അതായത് മെറ്റഫേസ് 2 അറസ്റ്റ് മാറി കണ്ടിന്യൂഡ് സെൽ സൈക്കിൾ തുടങ്ങും. ആൻഡ് ദിസ് റിലീസസ് ഹാപ്ലോയിഡ് ഓവം. ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ ആദ്യം അറസ്റ്റഡ് ആയിരുന്നു സിൻസ് ബർത്ത്. ഇനി പ്യൂബർട്ടി ആവുമ്പോൾ അപ്പോൾ ചില ഹോർമോണൽ ഇൻഫ്ലുവൻസസ് കാരണം ഡിപ്ലോട്ടീൻ സ്റ്റേജ് റെസ്യൂം ചെയ്യാൻ തുടങ്ങും. ആൻഡ് അഗൈൻ അറ്റ് ദി മെറ്റഫേസ് 2 ആദ്യം അറസ്റ്റഡ് ആവുന്നു. ഈ അറസ്റ്റിംഗ് മാറുന്നത് എപ്പോഴാണ്, നമ്മുടെ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് അഗൈൻ ആ അറസ്റ്റിംഗ് മാറുന്നു ആൻഡ് മിയോസിസ് 2 കംപ്ലീറ്റ് ആവുന്നു. ആൻഡ് ഫൈനലി ഹാപ്ലോയിഡ് ഓവം അല്ലെങ്കിൽ ലൂട്ടിഡ് റിലീസ്ഡ് ആവുന്നു. ഇനി 13th ക്വസ്റ്റ്യൻ, how does cytokinesis in plant cell differ from that in animal cell? അപ്പോൾ ഇത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആനിമൽ സെൽസിൽ എങ്ങനെയാണ്, ആനിമൽ സെൽസിൽ ഒരു സെല്ല് ഉണ്ടായിരുന്നു ആൻഡ് സ്ഥിരം കാണുന്ന പോലെ തന്നെ എന്താണ്, സെല്ലിന്റെ പെരിഫറിയിൽ എന്ത് സംഭവിച്ചു, ചില മൈക്രോ ഫിലമെന്റ്സ് അല്ലെങ്കിൽ സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചർ വന്ന് അക്യുമുലേഷൻ ചെയ്യാൻ തുടങ്ങും. ഇത് ആനിമൽ സെല്ലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ അറ്റത്ത് മൈക്രോ ഫിലമെന്റ്സ് അല്ലെങ്കിൽ ചില സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചർ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ എന്ത് സംഭവിച്ചു, ഇവര് പിന്നെ പതുക്കെ പതുക്കെ ഉള്ളിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് നമ്മുടെ സെല്ല് പതുക്കെ ഫറോ ഫോർമേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഫറോ ഉണ്ടാവുന്നു, സെൽ ഫറോ എന്ന് വിളിക്കാം. ആൻഡ് സെൽ ഫറോ ഫോർമേഷൻ എവിടെ നടന്നു, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ നടന്ന് ഇവര് പതുക്കെ ക്ലോസ് ആയി വന്ന് ഫൈനലി നമ്മുടെ സൈറ്റോകൈൻസ് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ നടക്കാണ്. ഇതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു, ആനിമൽ സെല്ലില് സെൻട്രിപീറ്റൽ, സെന്റർ സീക്കിംഗ്, അതായത് ഫറോ പെരിഫറിയിൽ തുടങ്ങി സെന്ററിലേക്ക് നീങ്ങുന്ന സെൻട്രിപീറ്റൽ ടൈപ്പ് ഓഫ് ഡിവിഷൻ നമ്മൾ വിളിച്ചു. ഇനി പ്ലാന്റ് സെല്ലിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്, ഫ്രാഗ്മോപ്ലാസ്റ്റ്, അതായത് നമ്മുടെ ചില ഓർഗനൽസ്, അതായത് ഒരു ഗോൾജി, മൈക്രോട്യൂബ്യൂൾ ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എല്ലാം വന്ന് ഫ്യൂസ് ചെയ്ത് ഒരു ഫ്രാഗ്മോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരുന്നു. ആൻഡ് ഈ ഫ്രാഗ്മോപ്ലാസ്റ്റ് എവിടെ വന്ന് ഡെപ്പോസിറ്റഡ് ആവുന്നു, സെല്ലിന്റെ മിഡില്. ഇതാണ് എന്ത്, ഫ്രാഗ്മോപ്ലാസ്റ്റ്. ആൻഡ് ഇത് പതുക്കെ പെരിഫറിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടുന്ന് എങ്ങനെയാ പോകുന്നത്, സെന്റർ ടു പെരിഫറി, അതായത് സെൻട്രിഫ്യൂഗൽ.
സെന്റർ ടു പെരിഫറി പോകാൻ തുടങ്ങും. ആൻഡ് പതുക്കെ പോയി ഇത് നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സെൽ മെംബ്രെയിനിൽ പോയി എന്തുണ്ടാക്കും, ഇങ്ങനെ ക്രാക്ക് ഉണ്ടാക്കുന്നു. ആൻഡ് നമ്മുടെ സെല്ല് എന്താവും, ഡിവൈഡഡ് ഇൻടു 2. ഇനി ഫ്രാഗ്മോപ്ലാസ്റ്റ് ഇവിടെ എന്ത് ഫോർമേഷൻ ചെയ്യുന്നതാണ് പറഞ്ഞത്, സെൽ പ്ലേറ്റ് ഫോർമേഷൻ. മറ്റേത് സെൽ ഫറോ ആയിരുന്നു. ഇവിടെ ഫ്രാഗ്മോപ്ലാസ്റ്റ് സെൻട്രിഫ്യൂഗലി സെൽ പ്ലേറ്റ് ഫോം ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് സെൽ ഡിവിഷൻ നടത്തുന്നു. ഇത്രയാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ആനിമലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി അതന്നെയാണ് ഈ സൊല്യൂഷന് കൊടുത്തിരിക്കുന്നത്. ആനിമൽ സെല്ലിൽ സൈറ്റോകൈനസിന് ഫസ്റ്റ് ഫറോ അപ്പിയർ ചെയ്യുന്ന ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ, ഗ്രാജുവലി ഡീപ്പൻ ചെയ്ത് അൾട്ടിമേറ്റ്ലി ജോയിൻസ് ഇൻ ദ സെന്റർ. അങ്ങനെ നമ്മുടെ സെൽ സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സൈറ്റോകൈനസിസ് നടക്കുന്നു. ഇനി പ്ലാന്റ് സെൽസിന് എന്ത് പറ്റും, പ്ലാന്റ് സെൽസിന് നമുക്കറിയാം അവർക്ക് കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള സെൽ വാളാണ് എൻക്ലോസ് ചെയ്യുന്നത്. അതായത് റിലേറ്റീവ്ലി ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള സെൽ വാളാണ് അവർക്ക് കാണുന്നത്. ആൻഡ് അതുകൊണ്ട് ദേ അണ്ടർഗോ സൈറ്റോകൈനസിസ് ഇൻ എ ഡിഫറെന്റ് മെക്കാനിസം. അപ്പോൾ ഡിഫറെന്റ് മെക്കാനിസം ആയിട്ട് അവർ ഡിഫറെന്റ് രീതിയിൽ എന്ത് അണ്ടർഗോ ചെയ്യുന്നു, സൈറ്റോകൈനസിസ് അണ്ടർഗോ ചെയ്യുന്നു. ഇനി അത് എങ്ങനെ, വാൾ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു, ഇൻ ദി സെന്റർ. എന്ത് ഡെപ്പോസിഷൻ വഴി, നമുക്കറിയാം സെൽ പ്ലേറ്റ് ഉണ്ടാവണം. അതായത് നമ്മുടെ ഫ്രാഗ്മോപ്ലാസ്റ്റ് വന്ന് നടുക്ക് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി അത് നടുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഗ്രോസ് ഔട്ട്വേർഡ്. ആൻഡ് അത് പുറത്തേക്ക് ഗ്രോ ചെയ്യുന്നു, എക്സ്റ്റെൻഡിങ് ഇൻ ടു ദി ലേറ്ററൽ വാൾസ്. ആൻഡ് ഈ ന്യൂ സെൽ വാൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഒരു പ്രിക്കേഴ്സറിന്റെ ഫോമിലാണ് ഫോംഡ് ആവുന്നത്, വിച്ച് ഇസ് കോൾഡ് എസ് സെൽ പ്ലേറ്റ്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് മിഡിൽ ലാമെല്ല ബിറ്റ്വീൻ വാൾസ് ഓഫ് 2 adjacent cells. അങ്ങനെ മിഡിൽ ലാമെല്ല ഫോർമേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഒറിജിനൽ സെൽ വാൾ ഫോർമേഷൻ. അങ്ങനെ ഫൈനലി പ്ലാന്റ് സെൽസ് ആർ ഡിവൈഡഡ് ഇൻടു 2. ഇത്രയാണ് ഏതിന്റെ കേസിൽ നടക്കുന്ന, പ്ലാന്റ് സെൽസിന്റെ കേസിൽ നടക്കുന്നത്. ഇനി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ് ടീലോഫേസ് റിവേഴ്സ് പ്രോഫേസ്. അപ്പോ എന്തുകൊണ്ടാണ് ടീലോഫേസിന് പ്രോഫേസിന് റിവേഴ്സ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം പ്രോഫേസിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ മൈറ്റോസിസ് നടക്കുമ്പോൾ പ്രോഫേസിൽ ഫസ്റ്റ് നമ്മുടെ ക്രോമസോം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് എല്ലാ ഓർഗനൽസും ഡിസൊല്യൂഷൻ നടക്കാൻ പോകുന്നു. ആൻഡ് എല്ലാ മെംബ്രെയിൻസും, ന്യൂക്ലിയർ മെംബ്രെയിൻ ആയാലും ബാക്കിയുള്ള മെംബ്രെയിൻസും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പ്രോഫേസ് എന്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനീസിയേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്യുന്നു. ആൻഡ് ഈ ക്രോമസോമൽ മെറ്റീരിയൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി കണ്ടൻസേഷനിലേക്ക് നീങ്ങുന്നു. ആൻഡ് അറ്റ് ദി ഫൈനൽ സ്റ്റേജ് ടീലോഫേസിൽ നമുക്ക് കാണാൻ പറ്റും ക്രോമസോം എല്ലാം റെസ്പെക്റ്റീവ് പുതിയ സെല്ലിന്റെ അങ്ങോട്ട് എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഡീകണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദേ ലൂസ് ദെയർ ഇൻഡിവിജ്വാലിറ്റി. ഈ പ്രോഫേസിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് ആയി, കണ്ടൻസേഷൻ ആണ് പ്രോഫേസിൽ നടക്കുന്നതെങ്കിൽ ടീലോഫേസിൽ നടക്കുന്നത് ഡീകണ്ടൻസേഷൻ ആണ്. ഇനി പ്രോഫേസിന്റെ അവസാനം നമ്മുടെ സെല്ല് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ സെൽ ഓർഗനൽസ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താ, അവരൊക്കെ ഡിസൊല്യൂഷൻ അണ്ടർഗോ ചെയ്ത് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. പക്ഷെ ടീലോഫേസിലാണെങ്കിൽ എല്ലാ ഡിസൊല്യൂഷൻ ചെയ്ത സാധനങ്ങളും തിരിച്ച് റീ അപ്പിയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മറ്റടുത്ത് ഡിസൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ റീ അപ്പിയറൻസ് ആണ്. അപ്പൊ എല്ലാ സാധനങ്ങളും ഉണ്ടായി വന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയ ക്രോമസോം ക്ലസ്റ്ററിന്റെ അറൌണ്ട് ന്യൂക്ലിയർ ഓൺവെലപ്പ് ഡെവലപ്പ് ആവുന്നു. അതേപോലെ ഡിസൊല്യൂഷൻ നടന്ന ന്യൂക്ലിയോളസ് ആയാലും ഗോൾജി കോംപ്ലക്സ് ആയാലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം അല്ലെങ്കിൽ റീ അപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ മെയിൻ 2 സാധനത്തിലുള്ള ഡിഫറൻസസ് കൊണ്ടാണ് പ്രോഫേസും ടീലോഫേസും ആ റിവേഴ്സ് ഓഫ് ഈച്ച് അതർ നമ്മൾ വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് മിയോട്ടിക് പ്രോഫേസ് 1? മിയോസിസിലെ പ്രോഫേസ് 1ന്റെ വേരിയസ് സ്റ്റേജ് പറയാം. ആൻഡ് ക്രോമസോമൽ ഈവൻസ് ഡ്യൂറിങ് ഈച്ച് സ്റ്റേജ് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ലോങ് ആയിട്ട് ആൻസർ ചെയ്യണം. ഇതിന്റെ ഏറ്റവും കണ്ടൻസ്ഡ് വേർഷൻ ഇത്രയാണ്. എന്താണ്? പ്രോഫേസ് 1ല് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്റ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാകൈനസിസ്. ഇത്രയും കീവേഡ്സ് ആൻസറിൽ വന്നിരിക്കണം. ലെപ്റ്റോട്ടിനിൽ കണ്ടൻസേഷൻ നടന്നു, അത് കഴിഞ്ഞ് സൈഗോട്ടിനിൽ പെയറിങ്ങും സൈനാപ്റ്റോ നീമൽ കോംപ്ലക്സ് ഫോർമേഷൻ നടന്നു, പാക്റ്റിനിൽ ക്രോസിംഗ് ഓവർ പറയാം, ഡിപ്ലോട്ടിനിൽ ഡിസൊല്യൂഷൻ ഓഫ് സൈനാപ്റ്റോ നീമൽ കോംപ്ലക്സ് പറയാം, ആൻഡ് ഫൈനലി ഡയാകൈനസിസിൽ ടെർമിനേഷൻ ഓഫ് കയസ്മേറ്റ് പറയാം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നടക്കുന്നത്? നമ്മുടെ പ്രോഫേസ് 1ലെ വേരിയസ് സ്റ്റേജസിൽ നടക്കുന്നത്. ഈ സൊല്യൂഷനിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജ് ഓഫ് മിയോട്ടിക് പ്രോഫേസ് 1?
അപ്പൊ മിയോസിസ് 1 പ്രോഫേസ് 1 എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രോഫേസ് ടിപ്പിക്കലി ലോങ്കർ ആയിരിക്കും, മോർ കോംപ്ലെക്സ് ആയിരിക്കും ദാൻ കമ്പയർഡ് ടു നമ്മുടെ മൈറ്റോസിസിലെ പ്രോഫേസ്. കാരണം എന്താ? ഇത്രയും സബ് ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് 5 ഫേസസ് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്ടീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഇനി ലെപ്റ്റോട്ടീന്റെ സമയത്ത് എന്താ പറ്റുക? നമ്മുടെ ക്രോമസോംസ് പതുക്കെ ക്രോമസോംസ് എങ്ങനെയാണ് ഗ്രാജുവലി വിസിബിൾ ആവുന്നത്, അതായത് കമ്പാക്ട് ആയി കണ്ടൻസേഷൻ ബിഗിൻ ചെയ്യുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് കാണാൻ പറ്റും? സെക്കൻഡ് ഫേസിൽ സൈഗോട്ടീനിൽ പെയറിംഗ് അപ്പ് തുടങ്ങും നമ്മുടെ ക്രോമസോംസിന്റെ. ആൻഡ് അവർ സൈനാപ്റ്റോ നീമൽ കോംപ്ലക്സസ് ഫോം ചെയ്യും. അതിന് നമ്മൾ സൈനാപ്സിസ് എന്ന് പറയും. അതായത് ദ പ്രോസസ് ഓഫ് അസോസിയേഷൻ. നമുക്ക് ഹോമോലോഗസ് ക്രോമസോംസിന്റെ. ഇനി ഈ പെയർഡ് ആയിട്ടുള്ള ക്രോമസോംസിനെ നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിച്ചു. ആൻഡ് ഇലക്ട്രോൺ മൈക്രോഗ്രാഫ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതിൽ സൈനാപ്റ്റോ നീമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഫോർമേഷൻ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് സൈനാപ്സ് നടന്നുണ്ടാവുന്നതിനെ നമ്മൾ ബൈ വാലന്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് വിളിച്ചു. ആൻഡ് ഇതിനെ കംപ്ലീറ്റ് വിസിബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലാണ്, വിച്ച് ഇസ് പാക്ടീൻ. ആൻഡ് ഈ ഫസ്റ്റ് 2 സ്റ്റേജസ് റിലേറ്റീവ്ലി ഷോർട്ട് ആണ് കമ്പയർഡ് ടു നമ്മുടെ മെയിൻ ക്രോസിംഗ് ഓവർ നടക്കുന്ന പാക്ടീൻ സ്റ്റേജുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ആൻഡ് ഈ സ്റ്റേജിൽ ബൈ വാലന്റ് ക്ലിയർലി അപ്പിയർ ചെയ്തു ആസ് ടെട്രാഡ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ നമ്മുടെ റീകോമ്പിനേഷൻ നോഡ്യൂൾസ് അപ്പിയർ ചെയ്തു, റീകോമ്പിനേസ് എൻസൈം ആക്റ്റീവ് ആയി, ആൻഡ് ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കാൻ തുടങ്ങി. ഇനി ക്രോസിംഗ് ഓവർ എന്താന്ന് പറയാം? എൻസൈം മീഡിയേറ്റഡ് ആണെന്ന് പറയാം. ആൻഡ് റീകോമ്പിനേഷന്റെ ഹെൽപ്പിൽ നടക്കുന്ന പറയാം. ആൻഡ് റീകോമ്പിനേഷൻ എൻഡ് ഓഫ് പാക്ടീൻ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റഡ് ആയി. ആൻഡ് ജസ്റ്റ് നമ്മുടെ ക്രോമസോംസ് സൈറ്റ്സ് ഓഫ് ക്രോസിംഗ് ഓവറിൽ മാത്രം അവർ കംപ്ലീറ്റ്ലി കോൺടാക്റ്റിൽ നിൽക്കുന്നു. ആൻഡ് ഈ ബിഗിനിങ് ഓഫ് ഇത് മാർക്സ് ദി ബിഗിനിങ് ഓഫ് ഡിപ്ലോട്ടീൻ. ആൻഡ് ഡിപ്ലോട്ടീൻ എന്താണ്? മെയിൻലി ഡിസൊല്യൂഷൻ ഓഫ് സൈനാപ്റ്റോ നീമൽ കോംപ്ലക്സ്. ആൻഡ് നമ്മുടെ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഇവിടെയും കാണാൻ പറ്റും. കാരണം എന്താ? റീകമ്പൈൻഡ് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും എക്സെപ്റ്റ് അറ്റ് ദി സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ഇനി ഈ എച്ച് ഷേപ്ഡിനെ കയാസ്മേറ്റ എന്ന് വിളിച്ചു. ആൻഡ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചില ഊസൈറ്റിന്റെ വെർട്ടിബ്രേറ്റ്സിന്റെ ഊസൈറ്റ്സിൽ നമുക്ക് ഡിപ്ലോട്ടീൻ മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സ് ആയിട്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഫൈനൽ സ്റ്റേജ് ഓഫ് മിയോട്ടിക് പ്രോഫേസ് 1 എന്തായിരിക്കും? ഡയാകൈനസിസ്. ഡയാകൈനസിൽ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കാരണം ഫുള്ളി കണ്ടൻസ്ഡ് ആയ ക്രോമസോംസ് കാണാം. ഇനി മിയോട്ടിക് സ്പിൻഡിൽ അസംബിൾ ആയിരിക്കുന്നത് കാണാം. എങ്ങനെ? നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബൈ ദി എൻഡ് ഓഫ് ഡയാകൈനസിസ് നമ്മുടെ ന്യൂക്ലിയോളസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി, ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റഡ് ആയി. ആൻഡ് അടുത്ത സ്റ്റേജ് അതായത് നമ്മുടെ മെറ്റഫേസിലേക്കുള്ള പ്രോഗ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരണം? വേരിയസ് സ്റ്റേജ് ഓഫ് മിയോട്ടിക് പ്രോഫേസ് 1 ചോദിച്ചാൽ വരണം. ആൻഡ് ക്രോമസോമൽ ഇവന്റ്സും കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഈവന്റ്സ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. എന്തായിരിക്കും മേജർ ഡിഫറൻസ്? ആദ്യം സൈറ്റ് പറയാം. സൊമാറ്റിക് സെൽസിലാണ് മൈറ്റോസിസ് നടക്കുക, ജേം സെൽസിലാണ് മിയോസിസ് നടക്കുന്നത്. മിയോസിസ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലാണ് നടക്കുക. പക്ഷെ മൈറ്റോസിസ് ബോത്ത് സെക്ഷുവലിയും എസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലും കാണാൻ പറ്റും. ഇനി മൈറ്റോസിസിൽ എങ്ങനെയാണ്? ഒരൊറ്റ സൈക്കിൾ ഓഫ് ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ മിയോസിസിൽ മിയോസിസ് 1ഉം മിയോസിസ് 2ഉം ഉള്ളതുകൊണ്ട് 2 സീക്വൻഷ്യൽ സൈക്കിൾസ് ഓഫ് ന്യൂക്ലിയർ ആൻഡ് സെൽ ഡിവിഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി DNA എങ്ങനെയാണ്? മൈറ്റോസിസ് ആയാലും മിയോസിസ് ആയാലും സെൽ ഡിവിഷന്, അതായത് ഒരു സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു തവണ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. പക്ഷെ 2 തവണ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. സ്റ്റിൽ മിയോസിസിലും എങ്ങനെ തന്നെയാണ്? ഒരു തവണ DNA റെപ്ലിക്കേറ്റ് ആവുന്നുള്ളൂ. ഇനി അടുത്ത ഡിഫറൻസ് എന്താണ്? പ്രോഫേസിന്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മിയോസിസിൽ പ്രോഫേസിന് 5 സബ് ഡിവിഷൻ ഉള്ളതുകൊണ്ട് ടിപ്പിക്കലി ലോങ്ങർ ആയിരിക്കും, മൈറ്റോസിസിൽ ഷോർട്ടർ ആയിരിക്കും. ഇനി പ്രോഫേസ് അതേപോലെ സിംപ്ലർ ആയിരിക്കും ഇൻ മൈറ്റോസിസ്, പക്ഷെ കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിരിക്കും ഇൻ മിയോസിസ്. ഇനി സെൽ ഡിവിഷനും ഒരു തവണ നടന്നു, ക്രോമസോംസും ഒരു തവണ ഡിവൈഡ് ചെയ്തു. പക്ഷെ മിയോസിസിൽ സെൽ ഡിവിഷൻ ആക്ച്വലി 2 തവണ നടക്കുന്നുണ്ട്. അപ്പോഴും ക്രോമസോം ഡിവിഷൻ ഒരൊറ്റ തവണ നടക്കുന്നുള്ളൂ. ഇനി സെക്കൻഡ് ലാസ്റ്റ് ഡിഫറൻസ് എന്താണ്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസും റീകോമ്പിനേഷൻ, അത് ക്രോസിംഗ് ഓവറും മിയോസിസിൽ കാണാൻ പറ്റും. പക്ഷെ മൈറ്റോസിസിൽ അത് ആബ്സെന്റ് ആയിരിക്കും. ഇനി ഫൈനൽ ഡിഫറൻസ് എന്താണ്? 2 സെൽസ് ആർ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് മൈറ്റോസിസ്. പക്ഷെ 4 ഹാപ്ലോയിഡ് സെൽസ് ആണ് മിയോസിസിന്റെ എൻഡിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ 9 ഡിഫറൻസും അറിഞ്ഞിരിക്കുക.
ബിറ്റ്വീൻ മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ഇത് ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ കൂടുതൽ ചെയ്യുന്നത്. ഇനി സൈനാപ്റ്റോനീമൽ കോംപ്ലക്സും മെറ്റഫേസ് പ്ലേറ്റിനെയും തമ്മിൽ ചെറിയൊരു ബ്രീഫ് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം, സൈഗോട്ടിയിലാണ് ആദ്യമായിട്ട് സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അവിടെ ആദ്യം പെയറിംഗ് അപ്പ് ഓഫ് ക്രോമസോം നടന്നു, ഒന്നാമത്തത്. ഇനി അതിന് നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിച്ചു. ആൻഡ് അവിടെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേക്ക് നോക്കി ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ കാണാൻ പറ്റും. അതാണ് സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. അത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ അപ്പോസ്ഡ് ആയിട്ടുള്ള ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ ഒരു സൈനാപ്സിസ് ഫോർമേഷൻ നടക്കാണ്, പെയറിംഗ് അപ്പ് നടക്കാണ്. ആൻഡ് ഒരു ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ബിറ്റ്വീൻ ദം വിച്ച് ഇസ് കോൾഡ് എ സൈനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഇനി അവർ ബൈവാലൻ അല്ലെങ്കിൽ ടെട്രാഡ് ഫോർമേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാണ് ഇൻ ദി സൈഗോട്ടിൻ സ്റ്റേജ്. പക്ഷെ ബൈവാലൻ അല്ലെങ്കിൽ ടെട്രാഡ് ക്ലിയർലി വിസിബിൾ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് പാക്സിൻ പറയേണ്ടി വരും. ഇനി ഇത്രയും കാര്യങ്ങൾ സൈനാപ്റ്റോനീമൽ കോംപ്ലക്സിനെ പറ്റി എഴുതാം. ഇനി മെറ്റഫേസ് പ്ലേറ്റിൽ എന്താണ് നടക്കുക നമുക്കറിയാം. മെറ്റഫേസ് ക്രോമസോമിൽ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട് ആൻഡ് ദേ ആർ ഹെൽഡ് ടുഗെദർ ബൈ സെൻട്രോമിയർ. ഇനി സെൻട്രോമിയറിൽ അറ്റാച്ച് ചെയ്ത് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കണ്ടു. ആൻഡ് ഈ സെൻട്രോമിയറിൽ 2 ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, കൈനറ്റോകോർസ്. അവിടെയാണ് നമ്മുടെ സ്പിൻഡിൽ ഫൈബർ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് ഈ അറ്റാച്ച് ചെയ്യുന്നു ആൻഡ് ഈ ക്രോമസോംസിനെ എല്ലാത്തിനെയും അറ്റ് ദി സെന്റർ ഓഫ് സെല്ലിലേക്ക് ബ്രിങ് ചെയ്യുന്നു. ആൻഡ് അവര് ഇക്വിറ്റോറിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ മെറ്റാഫേസിക് പ്ലേറ്റിലേക്ക് അവര് ലൈ ചെയ്യുന്നു. അപ്പോ മെറ്റഫേസ് ക്യാരക്ടറൈസ്ഡ് ബൈ എല്ലാ ക്രോമസോംസും വന്ന് നിരന്ന് നിൽക്കുന്നു ഇവിടെ അറ്റ് ദി ഇക്വേറ്റർ with one chromatid. Each chromosome ഒരു chromatid is connected by the disc-shaped structure called kinetochore to the spindle fibers from one pole. And അതിന്റെ sister chromatidന്റെ kinetochore opposite പോളിലേക്കും കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഈ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് അറ്റ് ദി സെന്റർ, ഇതിനെയാണ് വിളിക്കുന്നത് മെറ്റഫേസ് പ്ലേറ്റ്. ഇത്രയാണ് സൈനാപ്റ്റോനീമൽ കോംപ്ലക്സും മെറ്റഫേസ് പ്ലേറ്റിനെ കുറിച്ച് പറയുന്നത്. ഇനി സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് മൈറ്റോസിന്റെയും മിയോസിസിന്റെയും. അപ്പോ മൈറ്റോസിന്റെയും മിയോസിസിന്റെയും സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് മെയിൻ പോയിന്റ്? ഇക്വേഷണൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ്. ഡിപ്ലോയിഡ് സെൽസിൽ കാണാൻ പറ്റും. ആൻഡ് ഹവെവർ ചില ലോവർ പ്ലാന്റ്സിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഓഫ് ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് ഐഡന്റിക്കൽ ജനറ്റിക് കോമ്പണന്റിൽ ഇത് ഈ മൈറ്റോസിസ് റിസൾട്ട് ചെയ്യുന്നു. ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ഓർഗാനിസം മെയിൻലി മൈറ്റോസിസ് വഴിയാണ് ഉണ്ടാവുക എന്ന് പറയും. ആൻഡ് അതിന് മെയിൻ ഫംഗ്ഷൻ മൈറ്റോസിസ് നടക്കുന്നതിന്റെ കാരണം സെൽ റിപ്പയർ ആണെന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് എന്താണ്? മെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് പറയുകയാണെങ്കിൽ ജസ്റ്റ് പറയാം, സൊമാറ്റിക് സെല്ല് ഡിവൈഡ് ചെയ്യുക ആൻഡ് നമ്മുടെ ഗ്രോത്ത് റിപ്പയറും ടിഷ്യൂ റിപ്പയറും റെപ്ലിക്കേഷൻ ഓഫ് സെൽസും മെയിൻലി നടക്കാന്നുള്ളത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് നോക്കുകയാണെങ്കിൽ കൺസർവേഷൻ ഓഫ് ക്രോമസോം നമ്പർ ഓരോ സ്പീഷീസിലെയും. ആൻഡ് അവരെങ്ങനെയാണ് ക്രോസിംഗ് ഓവർ ഉള്ളതുകൊണ്ട് കുറച്ച് ജനറ്റിക് വേരിയബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി പ്രോസസ് ഓഫ് എവല്യൂഷൻ. ഇത്രയാണ് എന്ത് മൈറ്റോസിന്റെ മിയോസിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, an organism has 2 pair of chromosome, അതായത് 4 ക്രോമസോം നമ്പർ ആണ് ഇൻ ടോട്ടൽ. ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ക്രോമസോമൽ അറേഞ്ച്മെന്റ് ഡ്യൂറിംഗ് ഡിഫറെന്റ് ഫേസ് ഓഫ് മിയോസിസ് 2. അപ്പോ മിയോസിസ് 2 എന്ത് സംഭവിച്ചു നമുക്കറിയാം, പെയറിംഗ് അപ്പ് നടന്നിരുന്നു. 46 ക്രോമസോം 23 പെയർസ് ആയി. ഇനി ഒരു സൈഡിലേക്ക് 23 പെയർ എത്തി. അപ്പോൾ അവിടെ 23 പെയർ ഞാൻ വിത്ത് റെസ്പെക്ട് ഹ്യൂമൻ ക്രോമസോം ആണ് പറയുന്നത്. ഇവിടെ 4 ടോട്ടൽ ക്രോമസോം ആണെങ്കിൽ 2 പെയർ അപ്പ് ചെയ്തു ഡ്യൂറിംഗ് ഫസ്റ്റ് മിയോസിസ്. ഇനി ഇതിൽ 2 ഒരു സെല്ലിലേക്ക് പോയി, 2 അടുത്ത സെല്ലിലേക്ക് പോയി. അറ്റ് ദി എൻഡ് ഓഫ് പ്രോഫേസ് 1. പ്രോഫേസ് 1 മിയോസിസ് 1 എൻഡില്. ഇനി പ്രോഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ പെയർ അപ്പ് ചെയ്ത് നേരത്തെ ക്രോമസോം ഓരോ സെല്ലിൽ ഉണ്ടാവും. ആൻഡ് നമുക്ക് എന്തറിയാം, മിയോസിസ് 2 ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു മൈറ്റോസിസ്. മൈറ്റോസിൽ എന്ത് നടക്കുന്നോ അത് തന്നെ പ്രോഫേസിൽ നമ്മുടെ ഡിസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നടന്നു, കണ്ടൻസേഷൻ നടന്നു. മെറ്റഫേസിൽ അറേഞ്ച്മെന്റ് അറ്റ് ദ മെറ്റഫേസിക് പ്ലേറ്റ്. ആൻഡ് ഫേസ് 2 സെഗ്രിഗേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ആഫ്റ്റർ സെപ്പറേഷൻ ഫ്രം ദ സെൻട്രോമിയർ. ഡിവിഷൻ നടന്നു സെൻട്രോമിയറിൽ. ആൻഡ് കറക്റ്റ് ഹാഫ് അങ്ങോട്ടും കറക്റ്റ് ഹാഫ് ഇങ്ങോട്ടും പോകുന്നു. ആൻഡ് നമുക്ക് എന്ത് കിട്ടി, 4 ഹാപ്ലോയിഡ് ക്രോമസോംസ് കിട്ടി, 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് കിട്ടി അറ്റ് ദി എൻഡ് ഓഫ് ടീലോഫേസ് 2. മിയോസിസ് 2 ചോദിച്ചാൽ നമുക്ക് മിയോസിസ് 2 സിമിലർ ടു മൈറ്റോസിസ് എന്ന് പറയാൻ പറ്റുന്നത് കൊണ്ട് എന്ത് പറ്റും, മൈറ്റോസിന്റെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് കാര്യങ്ങൾ വരച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്റർ സെൽ സൈക്കിൾ സെൽ ഡിവിഷന്റെ NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസിലെ സൊല്യൂഷൻസ്. താങ്ക് യു.